ചേരെടുത്ത വഴി പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി കിളി പോയി നിൽക്കുക. എന്നെ എങ്ങനെ കൊടുക്കാന്നാണ് പുള്ളി ആലോചിക്കണേ. എടാ ആലോചന മതി, കളിക്ക് കളി. ആ ഉറക്കമല്ലേ നീ ആലോചിക്കുന്നില്ല. ഞാൻ ഓർത്തത് ഉത്സവത്തിനോട്ടെ വാല കണ്ടു കഴിഞ്ഞപ്പം ഉറങ്ങിയില്ലേ, ഉറക്കം വരിക. ഇപ്പം ആരുടെ കളിയാ? നിന്റെ കളി. ഇതാരെങ്ങനെ കളിച്ചു വെച്ചാണ് ഞാനാ. അപ്പം അതൊന്നും ഒളിവില്ലേ? ഏഴാമത്തെ കരുവിന് പൂട്ടു കേട്ടോ. കൂട്ടും കൂട്ടെ. ഏഴാമത്തെ കരുവിന് പൂട്ടുവാ. ചെറുക്കനെ വെള്ളത്തിനൊക്കെ മാറ്റമില്ല. പൂട്ടി ഇങ്ങോട്ട് മാറാൻ പാടില്ല. ഇത് മന്ത്രിക്കാട് ഇങ്ങോട്ട് മാറാൻ പാടില്ല. പറ്റൂല. ഇങ്ങോട്ട് മാറാം ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് മാറാം. ഒരു വളം മാറാം അല്ലേ? ഒരു വളം മാറാം. ഒരു വളം മാറിയിരുന്നു. നമ്മുടെ ശുദ്ധിയായിട്ട് ഞാൻ ഇനി ഒരു ബന്ധമില്ല കേട്ടോ. അതിനെ വെച്ച് അവൻ നമ്മുടെ കൂട്ടുകാരനല്ല, എൻ്റെ മനസ്സിൽ നിന്നേ ഞാൻ അവനെ എടുത്തവൻ. അതിനെ വിഷയണ്ടായിരുന്നു. അവനെന്നെ പണിക്ക് വിളിച്ചേക്കോടാ. പണിക്കോ? ആ. അപ്പൊ അവനെല്ലാ കാര്യം അറിയാവുന്ന പണിക്ക് പോരാന്നുള്ളത് അറിയാലോ. ആ അതാണ് അവൻ്റെ ഒരു കാര്യം. ഈ തിങ്കളാഴ്ച തന്നെ പരിപാടി? തിങ്കളാഴ്ച ഇച്ചിരി വിഷയം ഉണ്ടല്ലോടാ. എന്നാ? അജീഷിൻ്റെ കൂടെ ചൂണ്ടിടാൻ പോകുന്നു. ചൂണ്ടിടാൻ പോട്ടെ നമ്മള്. അപ്പൊ ഇവര് ചൂണ്ടിടാൻ പോയത് നമ്മളോട് പറഞ്ഞില്ല, നമ്മുടെ ഗ്യാങ്ങിൽ അറിഞ്ഞില്ല. അതിന് ഇവൻ ആ സ്കൂൾ പിള്ളേർ ഗ്രൗണ്ടിൽ ഇപ്പോൾ ക്രിക്കറ്റ് കളി കാണാൻ പോകുന്നല്ലേ നമ്മൾ പറഞ്ഞു. അതല്ലേ ഞാൻ പറയായിരുന്നേ. ആ കളിയുണ്ട്. എന്താ പിള്ളേർക്ക് ബാക്കി പോകണ്ട. ആ സംഭവം അവിടെ വണ്ടി ഇടിച്ച വെള്ളായിരിക്കണ്ട വണ്ടിയല്ലേ? ആ കൈ 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 ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ടോ? ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ടോ? ഇങ്ങോട്ട് എത്തിച്ചോന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇൻഡിക്കേറ്റർ ഒന്നും ഇടാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല. ആ വർത്താനൊന്നും പറയാം. അതൊന്നും പറയണത്. ഇയാളോടെ പറഞ്ഞു. ഇയാളെന്നെ ഇടിച്ചിട്ട് ആ പുള്ളി എന്നാവരോടെ വന്നു. ആരാ? ആ അപ്പച്ചായി പോക്കോ. ഇത് ഞാൻ പറ്റും, ഞങ്ങളെ പറ്റും. നമ്മൾ പോകോ അപ്പച്ചായി പോക്കോ. അപ്പച്ചായി ഞങ്ങൾ ഈ വെയിലും കൊണ്ട് നിൽക്കണം. ഇപ്പൊ നമുക്ക് തീർക്കാത്ത പ്രശ്നമല്ലേ ഉള്ളൂ ഈ നാട്ടില്. ഉണ്ടല്ലോ നല്ല പറ്റ പറ്റേക്കണം കേട്ടോ. നല്ല പറ്റ പറ്റേക്കണേ. ഹലോ വണ്ടിക്ക്. അപ്പൊ ഈ ബൈക്കിരിക്കണോ? അതാ അവൻ ചാവണം. വെളുപ്പ് വണ്ടി എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പം നീ എന്നത്തെ എടാ അവിടെ വെച്ച് വെള്ളത്തിന് കൊടുക്കട്ടോ പുള്ളിക്ക്. എടാ നീ എന്നാ ചെറ്റത്തനാണ് പറഞ്ഞത്. ഈ ചെറുക്കൻ്റെ വണ്ടി അല്ലത്. ഇവന് എനിക്ക് അറിയാവുന്ന അവൻ്റെ വണ്ടിയല്ല. അവനെ ഓടിക്കാറിയാൻ പാടില്ല. അതല്ല ഇപ്പം കൊണ്ട് പാവപ്പെട്ട ഇറങ്ങുന്ന കാർ. ഇവന് ഈ കാറുകൾ എന്നാ പറയായോ? അവനവിടെ ഒന്നും ചവിട്ടിയാൽ പറയാം. 4 വീലില്ല അവന്. രണ്ടുപേരുണ്ടെന്ന് എന്ത് തോന്നിയ ദിവസം കാണിക്കുന്നറിയോ? നിന്റെ അപ്പൻ്റെ നാറിയ വർത്താനം എൻ്റെ അടുത്ത് പറഞ്ഞാണല്ലോ. നീ അപ്പനോട് നീ പിന്നെ ഒരു മെനോട്ട് വർത്താൻ പറഞ്ഞാ അങ്ങനെ അങ്ങനെ അത് വേണ്ട. അത് വേണ്ട സുരേഷേ. അപ്പനോടുള്ള കേസ് ഉണ്ട് കേട്ടോ. അത് വേണ്ട. ഈ ചെറ്റ ചെയ്ത അവന് ഒച്ചയില്ല. അവനോട് മറുപടി കേൾക്കുമ്പോൾ അവന് ഒച്ചയില്ല. നീ ആവശ്യത്തെ കേസ് നീ മേടിക്കല്ലായിരുന്നല്ലോ. നീ മേടിക്കില്ലായിരുന്നു. എന്നടാ എന്നടാ നിൽക്കണ്ട. കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കട്ടെ. നമുക്ക് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ ഇപ്പം നിങ്ങളുടെ കല്യാണമൊക്കെ എടുത്തിട്ട് ധൃതിയിലായിരുന്നു. അത് ശ്രദ്ധിക്കാൻ പറ്റിയില്ലായിരുന്നു. അതിലുണ്ടെങ്കിൽ വിളിക്കണോട്ടോ വീട്ടിൽ പോയിട്ട്. ശരി. മരുന്ന്
ആ ഊടുകൂടായിപ്പോ നിങ്ങൾ എന്ത് പണിയായി കാണിക്കുന്നത്? ആ വണ്ടി ഇടിപ്പിച്ച പ്രാന്തന്മാർ പോയോ? അവരെല്ലാം പറഞ്ഞു തീർത്ത് അവരുടെ വഴിക്ക് പോയി. ഒരു നന്ദി പോലും പറയാതെയോ? പിന്നെ നിങ്ങളോട് നന്ദി പറയല്ലേ അവർക്ക് പണി. അവൻ്റെ ഒക്കെ വണ്ടി ഇനി ഇടിക്കും. അന്നേരം അവൻ്റെ ഒന്നും സൈഡ് പറയാൻ ഞാൻ പോകില്ല. ഞാൻ ഒട്ടും പോകില്ല. ഞാൻ ആര് വരാന്ന് കാണാലോ. നീ വെട്ടുകാരനല്ലേടാ? വെട്ടുമല്ല, ഞാൻ ഇടിച്ചല്ലേ ഉള്ളൂ. അതല്ല, ആനേനെ വെട്ടുകാരനാ. വൈകുന്നേരം അമ്പലത്തില് ഉത്സവത്തിന് നാടകം കാണാൻ പോകണില്ലേ? കണ്ണു ശരിയാവട്ടെ. നീ എല്ലാരും നമ്മുടെ കാര്യമായിട്ടാ പറയണേ. നീയേ ആ അമ്മയ്ക്ക് വിളിച്ചിട്ട് ഇടിച്ചത്. നീ എന്നാ തെറിയ എന്നോട് പറഞ്ഞു. സഹിക്കാൻ പറ്റില്ല. അതല്ല ഞാൻ ആലോചിക്കണേ, നമ്മൾ ആർക്ക് വേണ്ടി ഈ ഉണ്ടാക്കിയ സത്യം. അവന്മാർ ഒരു നന്ദിയില്ലാത്ത മാറിട്ടാ. എല്ലാവർക്കും വേണ്ടി നമ്മളെ വേറെ ദിവസമുണ്ട്. ഇപ്പൊ തന്നെ എന്തോരം ആൾക്കാരെ നമ്മളോട് ചോദിച്ചേ. നമ്മളെന്തോരം കാണിച്ചു കഴിഞ്ഞാൽ എന്തോരം പേര് അടി ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ അടി ഉണ്ടാക്കിയ നാട് മൊത്തം പാട്ടാ. അതെന്നാ ശരിക്കും ഇപ്പൊ ഈ നാടിന്റെ ഫോക്കസ് നമ്മളാ. നമ്മളിലേക്കാണോ? ആണ്ടാ അവിടെ ഒരു വണ്ടി ഇടിച്ചു. അയ്യോ, അതാ ഓട്ടോക്കാരന്റെ കയ്യിലാണല്ലോ കുഴപ്പം. പിന്നെ ആ സൈക്കിളുകാരൻ വന്ന് കയറില്ലേ? എടാ, ഓട്ടോക്കാരൻ അവിടെ ചെന്ന് കയറി കണ്ടില്ലേ നീ? എടാ, സൈക്കിളുകാരൻ അവിടെ നിന്ന് വഴിക്കാൻ മാറി വന്നല്ലോ. ഞാൻ വല്ല